ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൗഹീദുമായി നമ്രൂദിനെ, അതായത് ഞാൻ ദൈവമാണെന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊരു രംഗാന്ന് പറയും. അലം തറ ഇലല്ലദി ഹാജ ഇബ്രാഹിമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്. ഇബ്രാഹിമിനോട് അദ്ദേഹത്തിൻ്റെ നാഥൻ്റെ കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചവനെ പറ്റി നീ അറിഞ്ഞില്ലേ? അള്ളാഹു അവന് ആധിപത്യം നൽകിയതിനാലാണ് അവൻ അതിന് മുതിർന്നത്. ഇങ്ങനെ വെല്ലുവിളിക്കാൻ അവനുള്ള സ്വത്തും മുതലും അവൻ്റെ പേരും ഇതെല്ലാം കൂടിയാണ് അവനതിന് മുതിർന്നത്. ഇത് ഖാല ഇബ്രാഹിമു റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്. ഇബ്രാഹിം പറഞ്ഞു, എങ്ങനെ? എൻ്റെ രക്ഷിതാവ് അള്ളാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു. അള്ളാഹു യുഹ്യീ വയുമീത്, അള്ളാഹു എല്ലാവരും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞപ്പോൾ ആ അഹങ്കാരിയായ രാജാവ്, ദൈവമെന്ന് പറയുന്ന രാജാവിൻ്റെ മറുപടി പറഞ്ഞതെന്നറിയോ? ഖാല അന അഹീ വ ഉമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നുവല്ലോ. അതായത് ഒരാളെ പിടിച്ച് കൊന്നു, അപ്പോൾ അയാൾ മരിച്ചു. മറ്റവനെ കൊല്ലാതെ വിട്ടു, അപ്പോൾ അയാൾ ജീവിച്ചു. ഏക്കാലത്തെ നിരീശ്വരവാദികളെ ഇത്തരം ദുർബലമായ തെളിവുകളുമായാണ് വരിക. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തത് നോക്കണം. സുബ്ഹാനല്ലാഹ്, എത്രയോ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്നത്, എന്നാൽ ആ രാജാവിനെ മുട്ടുമടക്കുന്നതിലേക്കാണ് അയച്ചത്. ഖാല ഇബ്രാഹിം ഫഇന്ന അല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. എൻ്റെ ഇബ്രാഹിം പറഞ്ഞു, എന്നാൽ അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു, ഉദിപ്പിച്ച് കൊണ്ടുവരുന്നു. ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, നീ ഒരു കാര്യം ചെയ്യ്, നീ അതിനെ പടിഞ്ഞാറിൽ നിന്ന് കൊണ്ടുവരിക, നീ ദൈവമല്ലേ, ഒന്ന് കൊണ്ടു. എത്ര സിമ്പിളെന്ന് തോന്നോ. ഫബുഹിതല്ലദീ കഫർ, അപ്പോൾ ആ സത്യനിഷേധിക്ക് ഉത്തരം മുട്ടിപ്പോയി. എല്ലാ നിരീശ്വരവാദികളും വ്യക്തമായ രണ്ട് ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കുന്നതോടുകൂടി അവർ മുട്ടുമടക്കും. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അള്ളാഹു അക്രമികളായ ജനതയെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. ഒരു നിരീശ്വരവാദിനോട് ചോദിക്കുക, ഇതെല്ലാം പ്രകൃതിയാണ് ഇതെല്ലാം താനേ ഉണ്ടാകാത്തതാണ്. അവനോട് പറയാം, അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒരു കപ്പലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാം ഉണ്ട്, എല്ലാ വസ്തുക്കളും ഉണ്ട്. എത്രയോ വർഷങ്ങളായി അത് പോകുന്നു, എവിടെയും തട്ടാതെ മുട്ടാതെ. പക്ഷേ രസം എന്താണെന്നറിയോ? അതിനൊരു ക്യാപ്റ്റൻ, കപ്പിത്താനില്ല. ഉടനെ അവൻ പരിഹസിച്ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ പോകും? ഒരു കപ്പിത്താനില്ലാതെ, ഒരു ക്യാപ്റ്റനില്ലാതെ ഒരു കപ്പൽ എങ്ങനെ പോകും? അപ്പം അവനോട് ചോദിക്കുക, ഒരു കപ്പലിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ കോടിക്കണക്കിന് വർഷമായി ഈ ഭൂമി എല്ലാ വസ്തുക്കളുമായി സഞ്ചരിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, കായ്ക്കുന്നു, ഉണ്ടാക്കുന്നു, എല്ലാം. ഇതിനൊരു കപ്പിത്താൻ വേണ്ടേ? ഒരു സൃഷ്ടാവ് വേണ്ട, ഒരു സംരക്ഷകൻ വേണ്ട എന്നാണോ പറയുന്നത്? അതോടുകൂടി അവൻ്റെ നിരീശ്വരവാദം ആ സ്പോട്ടിൽ അവസാനിക്കും. പിന്നെ അവൻ ഇസ്ലാമിലേക്ക് ദഅവത്ത് ചെയ്താൽ മാത്രം മതി. ഇൻഷാ അല്ലാഹ്.